ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയുടെ അതുകൊണ്ട് ആറന്മുള വിമാനത്താവളം ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നങ്ങളില്ല. അടുത്തൊരു കാര്യം, ആറന്മുള സമരവുമായി ബന്ധപ്പെട്ട് ആറന്മുള സമരത്തിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് RSSും BJP അടക്കമുള്ള സംഘപരിവാർ കക്ഷികളാണ്. അതിനകത്ത് സമര സഹകരണം CPMുമായിട്ടുണ്ട്. സമരത്തിൽ നേരത്തെ മുൻപന്തിയിലുണ്ടായിരുന്ന ആളാണ് BJPയുടെ പാർട്ടിയുടെ സംഘപരിവാറുള്ള ഒരു ഏതെങ്കിലും തരത്തിൽ ആൻ്റെ പരാജയപ്പെടുത്താൻ ഒരിക്കലുമില്ല. അത് ബോധപൂർവ്വം നടത്തുന്നൊരു പ്രകടനം. ആറന്മുള സമരം ഒരു പുതിയ രീതിയിലുള്ള സമരം. BJPയാണ് ആറന്മുള വിമാനത്താവളത്തിനെതിരായിട്ട് ആദ്യമായി തോന്നിയിട്ടുള്ളത്. രാഷ്ട്രീയ ഞങ്ങളാണ് ആദ്യഘട്ടത്തിൽ സമരം. അതിനുശേഷം രാഷ്ട്രീയത്തിനതീതമായി ആറന്മുളയിലെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു പൈതൃക കർമ്മസമിതിയുമാണ്. അതിലെല്ലാ പാർട്ടിക്കാരും. അപ്പം ഞങ്ങൾ ആലോചിച്ചത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള സമരമാണ്. ഞങ്ങൾക്കതിലൊരു രാഷ്ട്രീയമില്ല. ഒരു ഗ്രാമത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സമരം. അതിൽ സഹകരിക്കാൻ തയ്യാറായിട്ടുള്ള എല്ലാ ആളുകളെയും സഹകരിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ട്. ആറന്മുള സമരപ്പന്തൽ ഇതുവരെ BJP ഒരു രാഷ്ട്രീയം പറഞ്ഞു. ആ സമരപ്പന്തലിൽ പോയിട്ട് ഒരു രാഷ്ട്രീയ നിലപാട് ഞങ്ങളിതുവരെ പറഞ്ഞിട്ടില്ല. ആ സമരപ്പന്തലിനകത്ത് രാഷ്ട്രീയം ഉണ്ടാകരുത് എന്ന അഭിപ്രായം. അതുകൊണ്ട് അത് എല്ലാ പാർട്ടികളെയും സ്വീകരിക്കുന്നത് CPM, CPI, RSP മാത്രമല്ല, കോൺഗ്രസിൻ്റെ ചില ആളുകൾ സമരപ്പന്തലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊരു പുതിയ സമരമുഖം, ഒരു കോമൺ ഇഷ്യൂവിന് വേണ്ടി എല്ലാ പാർട്ടികൾക്കും ഒരുമിച്ച് നിൽക്കാൻ സാധിക്കുമെന്നതിൻ്റെ ഒരു സൂചനയായിട്ട് ആറന്മുളയിലാണ്. പക്ഷെ ആറന്മുള സമരത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകുമ്പോൾ ആറന്മുള വിമാനത്താവളത്തിൻ്റെ വിഷയത്തിൽ CPMനുള്ള ആത്മാർത്ഥത ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നവർ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള CPM സമരങ്ങൾക്ക് നിഷേധിക്കുന്നു. പക്ഷേ CPMൻ്റെ ഗവൺമെൻറ്റാണ്, അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റാണ് ആറന്മുള വിമാനത്താവളത്തിനുള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയാക്കിയത്. സത്യത്തിൽ 2011 തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ് തന്നെ വീണ്ടും അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ആ ഗവൺമെൻറ് ഈ വിമാനത്താവളം നടപ്പിലാക്കുമായിരുന്നു. ഗവൺമെൻറ് മാറിയതുകൊണ്ടാണ് CPMനെ സാധിക്കാൻ പോയത് UDF ഏറ്റെടുക്കുമെന്ന് മാത്രമേ. അപ്പോൾ ആറന്മുള വിമാനത്താവളത്തിൻ്റെ വിഷയത്തിൽ ഒന്നാം പ്രതി ഇന്ന് കോൺഗ്രസ് ആണെങ്കിൽ മൂന്നാം പ്രതി CPM അത് കൈകരുതാൻ വേണ്ടി കഴിയും. പിന്നെ ഇപ്പോൾ LDFൻ്റെ സ്ഥാനാർത്ഥി അദ്ദേഹം ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരത്തിലുണ്ട്. ഞാൻ അത് നിഷേധിക്കുന്നു. പക്ഷേ ആ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥാനാർത്ഥിത്വമല്ല അദ്ദേഹത്തിൻ്റെ. ആ സമരമാണ് അദ്ദേഹം രാജിവെക്കാൻ ഇടയായത് എന്ന് പറയുന്നത് ശുദ്ധ ഉത്തരമാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നേരത്തെ രാജിവെക്കേണ്ടതായിരുന്നു. കാരണം ഈ വിമാനത്താവളത്തിൽ 10% ഓഹരി വെക്കാൻ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം അന്ന് രാജിവെക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അന്ന് UDFൻ്റെ ഭാഗമായിരുന്നു. UDFും ഈ KPCC എക്സിക്യൂട്ടീവും വിമാനത്താവളത്തിന് അനുകൂലമായി നിലപാടെടുത്തപ്പോൾ ആ യോഗത്തിൽ ഇരുന്ന് അതിന് അംഗീകരിച്ച ആളാണ്. ആ യോഗത്തിൽ പോയിട്ട് പോയില്ല. അപ്പോൾ UDF ഗവൺമെൻറ് ഈ വിമാനത്താവളത്തിന് അനുകൂലമായി ഓരോ തീരുമാനങ്ങളെടുക്കുമ്പോഴും കോൺഗ്രസ് പാർട്ടിക്കകത്തുണ്ടായിരുന്നത് അന്നൊന്നും രാജിവെക്കാൻ തയ്യാറാകത്തുന്ന ഇന്നിപ്പോൾ ഒരു പാർലമെൻറ്റ് സീറ്റുമായി ബന്ധപ്പെട്ട് ഈ പ്രാവശ്യം അദ്ദേഹത്തിന് UDF സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അത് സാധിക്കാതെ പോകുമ്പോൾ ഒരു സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ രാജിവെച്ച് പുറത്തുപോകുന്ന ആളുകൾ അത് ആറന്മുള വിമാനത്താവളത്തിന് വേണ്ടിയാണ് എന്ന് പറയുന്നതിൻ്റെ ആത്മാർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവും. ആറന്മുളയിലെ ആളുകൾക്ക് ഇതെല്ലാം അറിയാം. അവരുടെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ. അതുകൊണ്ട് ആറന്മുള പൈതൃക കർമ്മസമിതി ആറന്മുളയിലെ ജനങ്ങൾ BJPയോടൊപ്പമായിരിക്കുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട്. കാരണം BJPയാണ് ഈ കാര്യത്തിൽ ആദ്യം മുതലേ ഒരു നിലപാട് സ്വീകരിച്ചത്. അന്നും ഇന്നും സമരമുഖത്തുണ്ടാവുക ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് BJP മാത്രമായിരിക്കുമെന്ന് ആറന്മുളക്കാർക്കറിയാം. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കാര്യം, വിമാനത്താവളം വരാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. വിമാനത്താവളം വരാതിരിക്കണമെങ്കിൽ BJP ജയിച്ചാലേ മതി. കാരണം UDF ജയിച്ചാലും വിമാനത്താവളം കൊണ്ടുവരും. ഇനി LDF ആണ് ജയിക്കുന്നിരിക്കട്ടെ, കേന്ദ്രത്തിൽ UDF ഗവൺമെൻറ് ആയിരിക്കും, അപ്പോഴും വിമാനത്താവളം വരും. അപ്പോൾ വിമാനത്താവളം വരാതിരിക്കലാണ് പൈതൃക കർമ്മസമിതിയുടെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം BJP ജയിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട്. ആ നിലയ്ക്ക് തന്നെയാണ് ആറന്മുളയിലെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്.